കേരളം മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽ. എറണാകുളം പെരുമ്പാവൂരാണ് ഏറ്റവും കൂടുതൽ മാഫിയകളുള്ളത്. പുതിയ പുതിയ പേരുകളുമായി പച്ചക്കറി മാർക്കറ്റിലും പലവ്യഞ്ജന കടകളിലും മയക്കുമരുന്ന് എത്തിക്കഴിഞ്ഞു. ഡമ എന്നാണ് പുതിയ മയക്കുമരുന്നിന്റെ പേര്. ഇതിന്റെ വിതരണവും ഉപഭോക്താക്കളും അതിഥി തൊഴിലാളികൾ തന്നെ. നമ്മുടെ കൊച്ചു കേരളത്തിലെ സ്കൂളുകളും കോളേജുകളും മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽ ആയിക്കഴിഞ്ഞു. ഇതിനൊരു പരിഹാരമുണ്ടാകണമെങ്കിൽ കോളേജിൽ പഠിക്കുന്ന യുവാക്കൾ വിചാരിച്ചാലേ കഴിയൂ. യുവാക്കളുടെ ജീവിതം നശിപ്പിക്കുന്ന ഈ ലഹരി പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചേ പറ്റൂ. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ കുട്ടികളെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾ കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ വരുമ്പോൾ നല്ല രീതിയിൽ കുട്ടികളെ നിരീക്ഷണം നടത്തണം. സ്വാഭാവികമല്ലാത്ത എന്തെങ്കിലും പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളോട് സ്നേഹമായി പെരുമാറി അവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത് കുട്ടികളെ നേരെയാക്കാൻ ശ്രമിക്കണം. ലഹരി മാഫിയയുടെ കയ്യിൽ കുട്ടികൾ അകപ്പെട്ടു പോയാൽ അവർക്ക് രക്ഷപ്പെടാൻ പിന്നെ കഴിയില്ല. കുട്ടികളിൽ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ അവരെ അടിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യാതെ സ്നേഹത്തോടെ കുറേശ്ശെ അവരുടെ മനസ്സിലേക്ക് ഈ ലഹരിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുകയാണ് വേണ്ടത്. എനിക്കറിയാവുന്നവരോടെല്ലാം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ തോളത്ത് കൈവിട്ട് കൊണ്ടു നടക്കൂ, ഇല്ലെങ്കിൽ ലഹരി മാഫിയ കൊണ്ടുപോകും.